APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഡിസംബർ 2024 നടന്ന എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ് 2024 സ്കീം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വീഡിയോ ആണിത്. ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കാം. എ ലൈൻ PQ 80 mm long has one end 50 mm in front of EP and 15 mm above the HP. The top view of the line measures 65 mm. The other end is 20 mm in front of EP and above HP. Draw the projection, measure the front view, determine the true inclination and show its traces. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 പോലെ തന്നെ സിമ്പിളാണ് ഈ ക്വസ്റ്റ്യനും. ഈ ക്വസ്റ്റ്യനിൽ ലൈൻ PQ എന്നാണ് തന്നിരിക്കുന്നത്. ആ PQയുടെ വൺ എൻഡ് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് EP. അപ്പോൾ PQയുടെ P 50 mm ഇൻ ഫ്രണ്ട് ഓഫ് EP ആണെന്നും 15 mm എബോവ് HP ആണെന്ന് തന്നു. ഓക്കെ, അപ്പോൾ P' 15 mm എബോവ് XY ലൈൻ, P 50 mm ബിലോ XY ലൈൻ. ലൈൻ PQയുടെ ലെങ്ത് 80 mm ആണ്, അതായത് ട്രൂ ലെങ്ത് 80 mm ആണ്. P' Q1' PQ2 ഇതിൻ്റെ ലെങ്ത് 80 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് യൂസ് ചെയ്യാം. ദ ടോപ്പ് വ്യൂ ഓഫ് ദ ലൈൻ മെഷേഴ്സ് 65 mm. ലൈൻ്റെ ടോപ്പ് വ്യൂ അതായത് PQയുടെ ലെങ്ത് 65 ആണ് തന്നിട്ടുണ്ട്. ദ അതർ എൻഡ് ഈസ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് EP. ഓക്കെ, അപ്പോൾ Qയുടെ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസ് 20 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് PQ വരയ്ക്കാൻ പറ്റും, കാരണം Pയുടെ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസും Qയുടെ ഇൻഫ്രണ്ട് ഡിസ്റ്റൻസും PQയുടെ ലെങ്ത്തും തന്നതുകൊണ്ട് നമുക്ക് PQ വരയ്ക്കാൻ പറ്റും. പിന്നെ PQ2 വരയ്ക്കാൻ പറ്റും, കാരണം ട്രൂ ലെങ്ത് 80 തന്നിട്ടുണ്ട്. PQ2 കിട്ടിക്കഴിഞ്ഞാൽ Q2' കിട്ടും. Q കിട്ടിക്കഴിഞ്ഞാൽ Q' ലൈന് കിട്ടും. അതിലേക്ക് P' Q2' ആർക്ക് കിട്ടി കഴിഞ്ഞാൽ P' Q' കിട്ടും. ഇനി ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് HP ആൻഡ് VP ഫൈൻഡ് ചെയ്യണം. ട്രേസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഗിവൺ ഡാറ്റ നോക്കാം. ട്രൂ ലെങ്ത് 80 mm, ദാറ്റ് ഈസ് P' Q1' ലെങ്ത്ത് അല്ലെങ്കിൽ ഈ റെഡ് കളർ കാണുന്ന PQ2 ലെങ്ത്ത് വിച്ച് ഈസ് ഈക്വൽ ടു 80 mm തന്നു. ടോപ്പ് വ്യൂ ഈക്വൽ ടു 65 mm. PQൻ്റെ ലെങ്ത്ത് അതായത് ഈ ലൈനിൻ്റെ ലെങ്ത്ത് 65 എന്ന് തന്നു. എൻഡ് P ഈസ് 15 mm എബോവ് HP ആൻഡ് 50 mm ഇൻ ഫ്രണ്ട് ഓഫ് EP എന്നാണ് തന്നിരിക്കുന്നത്. അതായത് P' ഹൈറ്റ് XY ലൈനിൽ നിന്ന് 15 mm ഉം Pയുടേത് 50 mm താഴെയാണ്. പിന്നെ തന്നിരിക്കുന്നു Q ഈസ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് EP, ദാറ്റ് ഈസ് XY ലൈനിൽ നിന്ന് Qയിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് 20 ആണ് തന്നിരിക്കുന്നു, അതായത് ബിലോ XY ലൈനായിട്ട്. പിന്നെ ആൻഡ് ഈസ് എബോവ് HP എന്ന് തന്നിട്ടുണ്ട്. കുറച്ച് പേർ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് തന്നിരിക്കുന്നതാണ്. അത് തന്നില്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില സെൻറ്റൻസ് കാണുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക, കാരണം അത് ഫസ്റ്റ് ക്വാഡ്രൻ്റ് മാത്രമേ നമ്മൾ വരയ്ക്കാൻ പാടുള്ളൂ. ആ കണ്ടീഷൻ തന്ന സ്ഥിതിക്ക് വേറെ ക്വാഡ്രൻ്റിലേക്ക് വേറെ ഡയറക്ഷനിലേക്ക് വരയ്ക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളിനി ഈ തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റാസ് ലൊക്കേറ്റ് ചെയ്യണം. ഇതേപോലെ ഒരു ഫസ്റ്റ് കേസിൻ്റെ അതായത് P' ട്രൂ ലെങ്ത് ഇൻക്ലിനേഷൻ വിത്ത് HP ആൻഡ് VP തന്നാലുള്ള ഈ ഒരു റെഫറൻസ് ഫിഗർ എല്ലാവരും വരച്ചിരിക്കണം. ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ആദ്യം ഗിവൺ ഡാറ്റാസ് ഒക്കെ പ്ലോട്ട് ചെയ്യുക. അതിന് 3 ഡാറ്റാസ് പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. അപ്പം 3 to 4 മാർക്സ് ഇത്രയും ചെയ്താൽ തന്നെ കിട്ടും. P' 15 mm എബോ, P 50 mm ബിലോ, Q 20 mm ബിലോ XY ലൈനാണ്. Qൻ്റെ ലോക്കസ് വരയ്ക്കാം. ഈ പോയിന്റിൽ എവിടെയാണ് Q വരിക? ഓക്കെ, ഈ ഗിവൺ ഡാറ്റ നോക്കുക. നമുക്ക് ടോപ്പ് വ്യൂയുടെ ലെങ്ത് 65 തന്നു. ദാറ്റ് മീൻസ് PQയുടെ ലെങ്ത് 65 ആണ്. ഈ ലെങ്ത് 65 ആണ്. നമുക്ക് P അറിയാം, Qൻ്റെ ലോക്കസ് ഇവിടെ 20 mm ബിലോ ആണെന്നറിയാം. അപ്പോൾ നമുക്ക് PQ ലെങ്ത് 65 mm P സെൻറ്ററായിട്ട് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്ത് Q ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. 65 ആണ് ആർക്ക് ലെങ്ത്. ഈ പോയിൻ്റ് ആയിരിക്കും Q. യൂഷ്വലി Q താഴെയാണ്, ബട്ട് ഇവിടെ Q മുകളിലാണ്. എന്താ കുഴപ്പം? അതിനൊരു കുഴപ്പമില്ല. ഇതൊക്കെ ചില കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. PQ ലൊക്കേറ്റ് ചെയ്തു.
പി ക്യൂ ലൊക്കേറ്റ് ചെയ്താൽ നമുക്ക് ക്യൂ ഡാഷ് കിട്ടും. ആ ക്യൂ ഡാഷ് എക്സ് വൈ ലൈൻ താഴെ ആകരുത്, എക്സ് വൈ ലൈന് മുകളിലായിരിക്കണം എന്നാണ് ക്വസ്റ്റ്യൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് അതർ എൻഡ് ഈസ് 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആൻഡ് എബോവ് എച്ച് പി എന്ന് തന്നിരിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഈ ലൈനിൽ എവിടെയോ ആയിരിക്കും നമുക്ക് ക്യൂയുടെ ഫ്രണ്ട് വ്യൂ ക്യൂ ഡാഷ് കിട്ടുക. ഓക്കെ, അത് മനസ്സിലാക്കി വെച്ചു. നമ്മൾ ഈ ഫിഗർ നോക്കി മനസ്സിലാക്കി വെച്ചു. ഇനി നമുക്ക് തന്നിരിക്കുന്നത് ട്രൂ ലെങ്ത് ആണ് 80 mm. അത് നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പി ഡാഷ് ക്യൂ വൺ ഡാഷിൽ 80 mm ആണ്. അതേപോലെ പി ക്യൂ ടു 80 mm ആണ്. ക്യൂ വൺ ഡാഷ് എടുക്കണമെങ്കിൽ ഇവിടെ ക്യൂ വൺ ഡാഷിൻ്റെ ലോക്കസും ക്യൂ ഡാഷിൻ്റെ ലോക്കസോ അല്ലെങ്കിൽ ആംഗിളോ ഒന്നും തന്നിട്ടില്ല. ബട്ട് നമുക്ക് പി ക്യൂ ടു വരയ്ക്കാൻ പറ്റും. ഓക്കെ, പി ക്യൂ ടുവിൻ്റെ ഇതിൻ്റെ ലെങ്ത് 80 ആണ്. ഓക്കെ, അപ്പോൾ പി സെൻറ്ററായിട്ട് 80 mm ഈ ക്യൂയുടെ ലോക്കസിലേക്ക് ആർക്ക് കട്ട് ചെയ്യാം. 80 mm ഈ പോയിൻ്റാണ് Q2. അങ്ങനെ Q2 കിട്ടി. അപ്പോൾ പി Q2 ലൈൻ ജോയിൻ ചെയ്യാം. ഇനി നമുക്ക് നോക്കാം, Q2 കിട്ടിക്കഴിഞ്ഞാൽ Q2 ഡാഷ്, അതായത് പി ഡാഷ് Q2 ഡാഷിൻ്റെ ഈ ലൈൻ Q2 ഡാഷ് നമുക്ക് പി ഡാഷിൻ്റെ ലോക്കസിൽ കിട്ടും. ഓക്കെ, നമ്മളെ Q2 ഇവിടെയാണ്, നമ്മുടെ പി ഡാഷ് ഇവിടെയാണ്. അപ്പോൾ Q2 എന്ന് പി ഡാഷിൻ്റെ ഈ ലോക്കസ് ലൈനിലേക്ക് പെർപെൻഡിക്കുലർ പ്രൊജക്ടർ വരയ്ക്കുക. ഈ പോയിൻ്റാണ് Q2ൻ്റെ ഫ്രണ്ട് വ്യൂ Q2 ഡാഷ്. അപ്പോൾ നമുക്ക് പി ഡാഷ് Q2 ഡാഷ് കിട്ടി. പി ഡാഷ് Q2 ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ ക്യൂ ഡാഷ് കിട്ടില്ലേ. പി ഡാഷ് Q2 ഡാഷിന് പി ഡാഷ് സെൻറ്ററായിട്ട് ആർക്ക് വരച്ചിട്ട് ആ ആർക്ക് എവിടെ മീറ്റ് ചെയ്യണം, ക്യൂയിൽ നിന്ന് വരുന്ന ഈ ഒരു പ്രൊജക്ടറിൽ മീറ്റ് ചെയ്യണം. ആ പ്രൊജക്ടർ ഓൾറെഡി നമുക്കറിയാലോ, ക്യൂ അറിയാം. ഓക്കെ, അപ്പോൾ ഈ വെർട്ടിക്കൽ ലൈനിലേക്ക് പി ഡാഷ് Q2 ഡാഷ് ലെങ്ത്തിൽ പി ഡാഷ് സെൻറ്ററായിട്ട് ആർക്ക് വരച്ച് കഴിഞ്ഞാൽ ക്യൂ ഡാഷ് കിട്ടും. ഓക്കെ, ഇതൊക്കെ ഞാൻ ഈ ജനറൽ ഫിഗർ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. പി ഡാഷ് സെൻറ്ററായിട്ട് പി ഡാഷ് Q2 ഡാഷ് റേഡിയസിൽ ഇങ്ങനെ ആർക്ക് വരയ്ക്കുക. ഈ ആർക്ക് ഇവിടെ കട്ട് ചെയ്യുന്ന ഈ പോയിൻ്റാണ് ക്യൂ ഡാഷ്. അങ്ങനെ ക്യൂ ഡാഷ് കിട്ടി. ക്യൂ ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ പി ഡാഷ് Q ഡാഷ് ജോയിൻ ചെയ്യാൻ പറ്റും. തിക്ക് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ക്യൂ ഡാഷ് കിട്ടിക്കഴിഞ്ഞാൽ ക്യൂ ഡാഷിലൂടെ ലോക്കസ് ലൈൻ വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് എന്താണ് ലൊക്കേറ്റ് ചെയ്യാൻ ബാക്കിയുള്ളത്? Q1 ഡാഷ് കിട്ടണം. ഇത് Q1 ഡാഷ് കിട്ടണമെങ്കിൽ ട്രൂ ലെങ്ത് അറിയാം, 80 mm ആർക്ക് ഇവിടെ കട്ട് ചെയ്താൽ മതി, അങ്ങനെ കിട്ടും. അല്ലെങ്കിൽ പി ക്യൂവിനെ റൊട്ടേറ്റ് ചെയ്ത് Q1 കണ്ടിട്ട് Q1 ഡാഷ് കാണാം. നമുക്ക് പി ക്യൂ ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ ആർക്കിനെ ഇവിടത്തേക്ക് പിയുടെ ലോക്കസിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇവിടെ നമുക്കത് കിട്ടും, Q1 കിട്ടും. ഓക്കെ, നേരത്തെ നമ്മൾ മുകളിലോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് താഴോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ മുകളിൽ താഴെയൊന്നും പഠിക്കാതെ ഈ ഫിഗർ നോക്കിയിട്ട് പി ക്യൂവിനെ റൊട്ടേറ്റ് ചെയ്യണത് ഇവിടെ പി ക്യൂവിനെ റൊട്ടേറ്റ് ചെയ്ത് എക്സ് വൈ ലൈന് പാരലാക്കി പിയുടെ ലൈനിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് Q1 കിട്ടുന്നത്. അതേപോലെ നമ്മൾ പി ക്യൂ ഇതാണ്, ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് എക്സ് വൈ ലൈന് പാരലാക്കണം, അല്ലെങ്കിൽ പിയുടെ ലൈനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ താഴോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ പോയിൻ്റാണ് Q1. പി സെൻറ്റർ പി ക്യൂ ലെങ്ത്തിൽ നമുക്ക് ആർക്ക് വരയ്ക്കണം. ഈ കിട്ടിയിരിക്കുന്ന ഈ പോയിൻ്റാണ് Q1. ഇപ്പോൾ Q1 കിട്ടി. Q1 കിട്ടിക്കഴിഞ്ഞാൽ Q1 ഡാഷ് ക്യൂ ഡാഷിന് ലോക്കസ് കിട്ടും. ക്യൂ ഡാഷിന് ലോക്കസ് ഓൾറെഡി കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ Q1 നിന്ന് പെർപെൻഡിക്കുലർ പ്രൊജക്ടർ വരയ്ക്കുക. ഈ കിട്ടിയിരിക്കുന്ന ഈ പോയിൻ്റ് ആയിരിക്കും Q1 ഡാഷ്. പി ഡാഷ് Q1 ഡാഷ് ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 80 mm വേണം. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്, ശരിയാണ്. ഓക്കെ, ഇതാ ലെങ്ത്ത് 80 mm കിട്ടുന്നുണ്ട്. ഓക്കെ, ഒന്നുകിൽ 80 mm മാർക്ക് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ റൊട്ടേറ്റ് ചെയ്ത് Q1 കണ്ടിട്ട് Q1 ഡാഷ് ആണ്. ഓക്കെ, നമ്മുടെ പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി ട്രേസ് കൂടെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അത് നോക്കാം. ട്രേസ് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ് വൈ ലൈനിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് H ഡാഷ്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. പി ഡാഷ് Q ഡാഷിനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ കിട്ടിയിരിക്കുന്ന ഈ പോയിൻ്റാണ് H ഡാഷ്, അതായത് ഹൊറിസോണ്ടൽ ട്രേസിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇനി ഹൊറിസോണ്ടൽ ട്രേസിൻ്റെ ടോപ്പ് വ്യൂ കിട്ടണമെങ്കിൽ അത് പി ക്യൂ ലൈനിലാണ്. ഓക്കെ, അപ്പോൾ പി ക്യൂ ലൈനിലേക്ക് പ്രൊജക്ടർ വരയ്ക്കണം. പി ക്യൂ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പി ക്യൂ നമുക്ക് കിട്ടുന്നത് താഴെയാണ്.
അപ്പം അതുകൊണ്ട് താഴോട്ടേക്കാണ് നമ്മൾ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊജക്ടർ എക്സ്റ്റെൻഡ് ചെയ്തു, അതേപോലെ ലൈനിനെയും എക്സ്റ്റെൻഡ് ചെയ്യുക. എക്സ്റ്റെൻഡ് ചെയ്യുമ്പം പി ക്യൂവിനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന പോയിൻ്റാണ് എച്ച് ഡാഷിൻ്റെ ടോപ്പ് വ്യൂ എച്ച്. അങ്ങനെ ഹൊറിസോണ്ടൽ ട്രേസിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ലൊക്കേറ്റ് ചെയ്തു. ഇനി വെർട്ടിക്കൽ ട്രേസിൻ്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പി ക്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യണം എക്സ് ലൈനിലോട്ടേക്ക്. ടോപ്പ് വ്യൂവിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഈ പോയിൻ്റാണ് വെർട്ടിക്കൽ ട്രേസിൻ്റെ ടോപ്പ് വ്യൂ വി. ഇനി വി ഡാഷ് കിട്ടാൻ വേണ്ടിയിട്ട് വിയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കണം പി ഡാഷ് ക്യൂ ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്ത ലൈനിലേക്ക്. അപ്പോൾ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ മുകളിലോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഇനി പി ഡാഷ് ക്യൂ ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്യുക. ഈ പോയിൻ്റാണ് വി ഡാഷ്. ഓക്കെ, അങ്ങനെ ആൻസർ കംപ്ലീറ്റ് ആയി. ഡയമെൻഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഗിവൺ ഡാറ്റ ഡയമെൻഷൻ ചെയ്തു. നമുക്കിനി ആൻസർ എടുത്ത് എഴുതണം. ആൻസർ അത് നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് മെഷർ ദ ഫ്രണ്ട് വ്യൂ ഡിറ്റർമിൻ ട്രൂ ഇൻക്ലിനേഷൻസ് എന്നാണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമുക്ക് ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് മെഷർ നോക്കാം. എ ഡാഷ് ബി ഡാഷ് ഈക്വൽ ടു 74 mm ആണ് കിട്ടിയിരിക്കുന്നത്. ഇൻക്ലിനേഷൻ വേണം തീറ്റ ആൻഡ് ഫൈ. തീറ്റ 36 ഡിഗ്രിയാണ് കിട്ടിയിരിക്കുന്നത്. ഫൈ 22 ഡിഗ്രിയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഡയമെൻഷൻ ചെയ്ത് വെക്കരുത്. ഗിവൺ ഡാറ്റ മാത്രം ഡയമെൻഷൻ ചെയ്യുക. ആൻസർ മെഷർ ചെയ്തെടുത്ത് എഴുതുക. ആൻസർ കിട്ടിയിരിക്കുന്നത് എടുത്തെഴുതി. ഫ്രണ്ട് വ്യൂ 74, തീറ്റ ഈക്വൽ ടു 36, ഫൈ ഈക്വൽ ടു 22 ഡിഗ്രി. അപ്പോൾ ഈ കറക്റ്റ് ഈ ആൻസറിന് കിട്ടണമെന്നില്ല. ഈ റേഞ്ചിൽ ആൻസർ കിട്ടിയാൽ മതി. 1 or 2 ഡിഗ്രി കുറയുന്നതോ അല്ലെങ്കിൽ അത്രയും mm കൂടുന്നതൊക്കെ സ്വാഭാവികമാണ്. ഇതാണ് ആൻസർ. ഗിവൺ ഡാറ്റ മാത്രം ഡയമെൻഷൻ ചെയ്യുക. ഫ്രണ്ട് വ്യൂയുടെ ലെങ്ത് 74 കിട്ടി. തീറ്റ ഈക്വൽ ടു 36 ആൻഡ് ഫൈ ഈക്വൽ ടു 22 ഡിഗ്രി. ഇതെടുത്ത് എഴുതുക. ഈ കറക്റ്റ് ആൻസർ ഇത് തന്നെ കിട്ടണമെന്നില്ല. 74 പകരം 76 73 ഒക്കെ മറ്റോ കിട്ടാൻ സാധ്യതയുണ്ട്. ആക്യുറസിയുടെ പ്രശ്നം കൊണ്ടാണ്. അതൊക്കെ ആൻസറാണ്, മാർക്ക് കിട്ടും. അതേപോലെ ആംഗിളിലും ±2 ഡിഗ്രിയൊക്കെ കുറയുന്ന ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഇനി ആൻസർ കീ ഇങ്ങനെയാണ് വരിക. ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ പോയിൻറ്റ്സ് ലൊക്കേറ്റ് ചെയ്താൽ 3 പോയിൻറ്റ്സ് ഇവിടെ ലൊക്കേറ്റ് ചെയ്യാനുണ്ട്. അതിന് 3 മാർക്ക് വരെ കിട്ടും. പിന്നെ ടോപ്പ് വ്യൂ വരച്ച് കഴിഞ്ഞാൽ 5 മാർക്സോളായി ടോട്ടൽ. പിന്നെ വരുന്നത് റൊട്ടേറ്റ് ചെയ്തിട്ട് ട്രൂ ലെങ്ത് ഫൈൻഡ് ചെയ്യുക, പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. 2 to 3 മാർക്ക് ട്രേസ് ലൊക്കേറ്റ് ചെയ്യുന്നതിനുണ്ട്. 1 മാർക്ക് നീറ്റ്നസ് ആൻഡ് ഡയമെൻഷനിങ്. ഓക്കെ, ബാക്കി വരുന്ന 12ൽ 3 മാർക്സ് ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 9 മാർക്സാണ്. അതിലൊരു 3+3 ആയിട്ട് ബാക്കി 3 സ്റ്റേജസിനായിട്ടും പോകും. അതായത് ഗിവൺ ഡാറ്റാസൊക്കെ ആൻസേഴ്സൊക്കെ എടുത്തെഴുതുന്നതിന് 2 മാർക്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരിക. ഇനി ഫൈനൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫൈനൽ കീ വന്നതിന് ശേഷം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് നോക്കി മനസ്സിലാക്കുക. ഇതിലൊന്നും കൂടുതൽ ഡൗട്ട്സ് ഒന്നും ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണെന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മിസ്റ്റേക്ക് ഒന്നുമല്ല. താങ്ക് യു.